സർ, ഒരു ചോദ്യം. സാർ ഞങ്ങളോട് പറയുന്നു ഭയപ്പെടാതെ ജീവിക്കുക എന്ന്. പക്ഷെ ഇന്നത്തെ സമൂഹം നമ്മളോട് പറയുന്നത് ദൈവഭയം ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നത്തെ യുവതലമുറ വഴിവിഴച്ചു പോകുന്നത് എന്നാണ്. സോ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ ഞങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഭയപ്പെട്ട് ജീവിക്കണോ, ഭയപ്പെടാതെ ജീവിക്കണോ? ഒരു ചോദ്യം കൂടിയുണ്ട് സർ. ഇന്ന് നന്മ ചെയ്യണമെങ്കിൽ ദൈവവിശ്വാസത്തിന്റെ ആവശ്യമുണ്ടോ? സാറിന്റെ അഭിപ്രായം എന്താണ്? ഇത് എന്നെ കുഴക്കുന്നൊരു ചോദ്യമാണ്. ഇത്തരം ചോദ്യങ്ങൾ ഈ യുവതീ യുവാക്കളെ വീർപ്പ് മുട്ടിക്കുന്നതിൻ്റെ മുഴുവൻ ആവേശവും നിങ്ങളുടെ കയ്യടിയിൽ എനിക്ക് കാണാനുണ്ടായിരുന്നു. എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം, രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ആദ്യം പറയാം. കാരണം ആ ചോദ്യം ചോദിച്ച സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഒരു കഥ ഓടി വന്നു. കഥ ഇങ്ങനെയാണ്. ഒരു പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള സദസ്സിനെ നോക്കിയിട്ട് ഒരു ഉഗ്രൻ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, നിങ്ങൾ ജീവിതത്തിൽ മുഴുവൻ നന്മ ചെയ്യുക, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകും. അതേസമയം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുകയും തിന്മ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നരകത്തിലേക്ക് പോകും. ഒരാൾ പെട്ടെന്ന് എണീറ്റ് ഒരു ചോദ്യം ചോദിച്ചു. ഒരാൾ ജീവിതത്തിൽ മുഴുവൻ നന്മ ചെയ്യുകയും അയാൾ ദൈവവിശ്വാസി അല്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾ എങ്ങോട്ട് പോകും? അതേസമയം ഒരാൾ ദൈവത്തിൽ വിശ്വസിക്കുകയും ജീവിതത്തിൽ മുഴുവൻ തിന്മ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾ എങ്ങോട്ട് പോകും? ചോദ്യം കേട്ട് പുരോഹിതൻ വിയർത്തുപോയി. കാരണം ഇത്തരത്തിലൊരു ചോദ്യം ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹം ഉടനെ തന്നെ മറുപടി പറഞ്ഞു, അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് ഒരുമിച്ച് കൂടാം, ആ സമയത്ത് ഞാൻ ഉത്തരം പറയാമെന്ന്. പിന്നീടുള്ള ഒരാഴ്ചക്കാലം പുരോഹിതൻ അന്വേഷിക്കുകയായിരുന്നു ഇതിനുള്ള ഉത്തരം. എല്ലാ മതഗ്രന്ഥങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം അദ്ദേഹം അരിച്ചു പെറുക്കി വായിച്ചു. പക്ഷേ എവിടെയും ഈ ചോദ്യത്തിനുള്ള ഉത്തരമുണ്ടായിരുന്നില്ല. അടുത്തയാഴ്ച അതേ ദിവസം അദ്ദേഹം വീണ്ടും വന്നു. അവിടെ കസേരയിലിരുന്ന് ഉത്തരം ഒന്നുകൂടി ആലോചിക്കുന്ന സമയത്ത് ഉറക്കക്ഷീണം കൊണ്ട് അദ്ദേഹം അറിയാതെ ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ അദ്ദേഹം മനോഹരമായ സ്വപ്നം കണ്ടു. ആ സ്വപ്നമായിരുന്നു അതിൻ്റെ ഉത്തരം. ആ സ്വപ്നം എന്താണ് എന്നുള്ളതാണ് നിങ്ങളുടെ സംശയം അല്ലേ? സ്വപ്നം ഇതായിരുന്നു. അദ്ദേഹം ഒരു പ്രത്യേക വാഹനത്തിൽ അതിവേഗത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഖം തിരിച്ചറിയാനാവാത്ത കുറേ ആളുകൾ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ യാത്രക്കാരോട് ചോദിച്ചു, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അവർ പറഞ്ഞു, നരകത്തിലേക്ക്. അദ്ദേഹം പേടിച്ചു പോയി. ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ വാഹനം നിന്നു. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. നോക്കുന്ന സമയത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നരകത്തിലേക്ക് സ്വാഗതം. പക്ഷേ അദ്ദേഹം ചുറ്റും നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ച. അവിടെ പക്ഷികൾ പറന്നു നടക്കുന്നു, ഫലങ്ങൾ, നല്ല പൂക്കൾ, എല്ലാം മനോഹരമായ പൂക്കൾ എല്ലാം വിരിഞ്ഞു നിൽക്കുന്നു. അതിമനോഹരമായ കാഴ്ചയാണ്. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി, ഇതാണോ നരകം? പുരോഹിതൻ നേരെ റിസപ്ഷനിലേക്ക് ചെന്നു. അവിടെ അതിസുന്ദരിയായ റിസപ്ഷനിസ്റ്റ് സന്തോഷാധിക്യം കൊണ്ട് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പുരോഹിതൻ അവരോട് ചോദിച്ചു, ഇത് സ്വർഗമോ നരകമോ? അവർ പറഞ്ഞു, ഇത് നരകം. പുരോഹിതൻ പറഞ്ഞു, ഞങ്ങളുടെ ഭൂമിയിൽ നരകത്തിനെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല കേൾക്കുന്നത്, അവിടെ മുഴുവൻ യാതനയും പീഡനവുമാണെന്നാണല്ലോ കേൾക്കുന്നത്. ഈ വനിത പറഞ്ഞു, ഈ നരകം അങ്ങനെയായിരുന്നു. പക്ഷേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് 3 പേർ ഇവിടെ വന്നു. സോക്രട്ടീസ്, ബുദ്ധൻ, മഹാവീരൻ. അവർ ഭൂമിയിൽ ദൈവവിശ്വാസികളായിരുന്നില്ല. നേരെമറിച്ച് ജീവിതം മുഴുവൻ നന്മ ചെയ്ത് ജീവിച്ചവരായിരുന്നു അവർ. ദൈവവിശ്വാസികളല്ലാത്തത് കൊണ്ട് അവരെ നേരെ നരകത്തിലേക്ക് അയച്ചു. അവരുടെ 3 പേരുടെയും പ്രവർത്തനങ്ങളെ കൊണ്ട് ഈ നരകം സ്വർഗത്തിനേക്കാൾ മനോഹരമായിട്ട് മാറി. ഈ പുരോഹിതൻ അപ്പോഴും വേദിയിലിരുന്ന് ഉറങ്ങുകയായിരുന്നു. ആളുകൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം ഞെട്ടി ഉണർന്നു. സാവധാനം മൈക്കിനടുത്തേക്ക് നടന്നു. അതിനുശേഷം ജനങ്ങൾ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ജീവിതത്തിൽ മുഴുവൻ നന്മ ചെയ്യുക, തീർച്ചയായും സ്വർഗം നിങ്ങളെ തേടി നിങ്ങളുടെ കാൽച്ചുവട്ടിലേക്ക് വരും എന്ന്. താങ്ക് യു സോ മച്ച്. ഇനി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഭയക്കണോ ഭയക്കേണ്ടയോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, നിങ്ങൾ ഭയക്കണം. ആ ഭയക്കേണ്ടത് നിങ്ങളെ തന്നെയാണ്. തത്വമസി എന്ന് കേട്ടിട്ടില്ലേ? ഛന്ദോഗ്യോപനിഷത്തിൽ ഉദ്ദാലകൻ തൻ്റെ മകനായ ശ്വേതകേതുവിനോട് പറയുന്നതാണ് തത്വമസി. തത് എന്ന വാക്കിൻ്റെ അർത്ഥം അത്, ത്വം എന്നാൽ നീ, അസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകുന്നു. അത് നീ തന്നെയാകുന്നു. ഏത്? ദൈവം നിങ്ങൾ തന്നെയാകുന്നു. നമുക്ക് യതിയുടെ ദൈവത്തെക്കുറിച്ചുള്ള നിർവചനം കൂടി ഇതിനോട് ചേർത്ത് വയ്ക്കാം. ഗണിതശാസ്ത്രത്തിൻ്റെ ആകത്തുകയായ ഉണ്മയിൽ കവിതയുടെ ചേതോഹാരിത സന്നിവേശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ദൈവം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഗണിതശാസ്ത്രം അത് സത്യമാണ് ലോകത്തെവിടെയും. 3ഉം 2ഉം കൂട്ടിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ എവിടെയായി കഴിഞ്ഞാലും എപ്പോഴും 5ആണ്. അത് പരമമായിട്ടുള്ള സത്യമാണ്. ഗണിതശാസ്ത്രത്തിൻ്റെ ആകത്തുകയായ ഉണ്മയിൽ എന്ന് പറയുമ്പോൾ സത്യത്തിൻ്റെ പരമമായ സത്യത്തിൽ കവിതയുടെ ചേതോഹാരിത, കവിത സുന്ദരമാണ്, ചേതോഹാരിത അതിമനോഹരമാണ്. സൗന്ദര്യത്തിൻ്റെ സൗന്ദര്യം, അതായത് പരമമായ സത്യത്തിലേക്ക് പരമമായ സൗന്ദര്യം സന്നിവേശിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് ദൈവം എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ സത്യവും ഈ നന്മയും ഈ സൗന്ദര്യവും നമ്മുടെ ജീവിതത്തിലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ ദൈവമായിട്ട് മാറുന്നത്. മനസ്സിലായോ? അതാണ് തത്വമസി എന്ന് പറയുന്നത്. അപ്പോൾ ഭയക്കേണ്ടത് നിങ്ങളെ തന്നെയാണ്, നിങ്ങളുടെ സ്വന്തം മനസാക്ഷിയെയാണ്.